ഓം സായിരാം. ഇന്ന് നമ്മൾ സായ് സച്ചരിത്രത്തിൻ്റെ അധ്യായം 6 എന്തൊക്കെയാണ് പ്രതിപാദിച്ചിട്ടുള്ളത് എന്ന് നോക്കാം. ഗുരുകര സ്പർശനത്തിൻ്റെ ശക്തി, രാമനവമി ഉത്സവം, അതിൻ്റെ ഉദ്ഭവവും ഭേദഗതികളും മുതലായതും, മസ്ജിദിൻ്റെ കേടുപാട് തീർക്കൽ, ഇതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. ഗുരുകര സ്പർശനത്തിൻ്റെ ശക്തി. യഥാർത്ഥ സദ്ഗുരു നമ്മെ നയിക്കുന്നെങ്കിലും ഗുരു തീർച്ചയായും എളുപ്പം സംസാരസാഗരം കടത്തിവിടും. സദ്ഗുരു എന്ന പദം സായിബാബയെ ഓർമ്മിപ്പിക്കുന്നു. ബാബ മുന്നിൽ നിന്ന് ഊതി നെറ്റിയിൽ തൊടുവെച്ച് കൈ അനുഗ്രഹരൂപേണ തലയിൽ വെക്കുന്നതായി ഞാൻ വിഭാവനം ചെയ്യുന്നു. ഹൃദയം സന്തുഷ്ടമായി പ്രേമം ബാഷ്പാരൂപേണ എൻ്റെ കണ്ണിൽ നിന്ന് ഒഴുകുന്നു. ചിന്ത കൊണ്ടും ആശ കൊണ്ടും നിർമ്മിതമായ സൂക്ഷ്മ ശരീരം അഗ്നിയാൽ ദഹിപ്പിക്കാനാവില്ലെങ്കിലും ഗുരു സ്പർശന മാത്രേണ ദഹിച്ചു പോകുന്നതോടെ മുജന്മങ്ങളിലെ പാപങ്ങൾ പോലും നിശ്ശേഷം നശിച്ചു പോകുന്നു. ദൈവികവും മതപരവുമായ വാക്യങ്ങൾ